2000 രൂപയായിരുന്നു ആശാവർക്കർമാർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായി ഓണറേറിയം നൽകുന്നത്. അത് 3500 രൂപയാക്കി വർദ്ധിപ്പിച്ചതായി ആരോഗ്യമന്ത്രി ഇന്നലെ പാർലമെന്റിൽ കൊല്ലം MP NK പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. എന്ന് വെച്ചാൽ ഇനി മുതൽ കേന്ദ്ര സർക്കാരിന്റെ ഓണറേറിയം 3500 രൂപയാക്കും. മാത്രമല്ല 10 വർഷത്തിലധികം സേവനമുള്ളവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന റിട്ടയർമെന്റ് വിഹിതം 20,000 രൂപയിൽ നിന്നും 50,000 രൂപയാക്കും. ഇത് തീർച്ചയായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാക്കുപാലിച്ചതിന്റെ പ്രതിഫലനമാണ്. കേരളത്തിലെ പല MPമാരും ആശാ സമരം നടക്കുന്ന പന്തലിൽ പോയിരുന്നു, വാക്കുകൊടുത്തിരുന്നു. അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് അവർ ചെയ്തു. അവരൊക്കെ പാർലമെന്റിലെ വിഷയം അവതരിപ്പിച്ചിരുന്നു. എന്നാൽ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുമായിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. സുരേഷ് ഗോപി ആശാവർക്കർമാർക്ക് വാക്കുകൊടുത്തിരുന്നു, നിങ്ങൾക്ക് കേന്ദ്രം നൽകാനുള്ള വിഹിതം വർദ്ധിപ്പിച്ചു തരാമെന്ന്. സുരേഷ് ഗോപി വാക്കുപാലിച്ചു. ഇനി വാക്കുപാലിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. വഴിയെല്ലാം കേന്ദ്രത്തിന് തലയിൽ വെച്ച് തലയൂരുകയായിരുന്നു ഇതുവരെ സംസ്ഥാന സർക്കാർ. എന്നാൽ കേന്ദ്രം അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു. കേന്ദ്ര വിഹിതം പരിമിതമായിരിക്കുമ്പോൾ തന്നെ സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ചാണ് അയൽ സംസ്ഥാനങ്ങൾ ആശാവർക്കർമാരെ സംരക്ഷിച്ചിരുന്നത്. എന്നാൽ കേരളം കേന്ദ്രത്തിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് കൈയൊഴിയുകയായിരുന്നു. ഒരു കാരണവശാലും ആശാവർക്കർമാരുടെ ആവലാതി കേൾക്കാൻ തയ്യാറല്ല എന്ന വാദമായിരുന്നു. ഇപ്പോൾ ആശാവർക്കർമാർ പറയുന്നു, കേന്ദ്ര വിഹിതം നല്ലത് തന്നെ, ഞങ്ങൾ കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ല സമരം നടത്തുന്നത്, ഞങ്ങൾ നടത്തുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയാണ്. സംസ്ഥാന സർക്കാരാണ് അവരുടെ വിഹിതം വർദ്ധിപ്പിക്കേണ്ടതും ഞങ്ങളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ കൂട്ടിത്തരേണ്ടതും. അവർ അത് ചെയ്തില്ല. അതിനുവേണ്ടിയാണ് 168 ദിവസമായി ഞങ്ങൾ സമരം ചെയ്യുന്നത്. അത് തുടരുമെന്നാണ്. കേന്ദ്രം വർദ്ധിപ്പിക്കാതെ തന്നെ വർദ്ധിപ്പിക്കാനുള്ള ബാധ്യത സംസ്ഥാനത്തിനുണ്ട്. 238 രൂപ കൊണ്ട് ഒരാൾക്ക് ഒരു ദിവസം ജീവിക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാനത്തിന് അറിയാം. സംസ്ഥാന മന്ത്രിമാരുടെ ഓഫീസിലെ പിയൂണിന് പോലും അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ശമ്പളമുണ്ട്. എന്നിട്ടും ജീവിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ആശാവർക്കർമാരെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന സംസ്ഥാന സർക്കാരിന്റെ തലതിരിഞ്ഞ നിലപാടിനെതിരെയുള്ള സമരം ഇനി കൂടുതൽ ശക്തി പ്രാപിക്കും. കേന്ദ്രം പ്രഖ്യാപിച്ച ആനുകൂല്യത്തിന് തത്തുല്യമായ വർധനയെങ്കിലും പ്രഖ്യാപിക്കാതെ പിണറായിയുടെ സർക്കാരിന് തലയൂരാൻ കഴിയില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ.